എന്റെ സ്വപ്നം ഇതൊന്നും ആയിരുന്നില്ല. ഞാൻ ആലോചിക്കായിരുന്നു ഇതെങ്ങനെ സംഭവിച്ചെന്ന്. ഏത് അതിന് നമ്മൾ തമ്മിലും സംഭവിച്ചിട്ടില്ലല്ലോ, സംഭവിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. പ്രേംരാജ് നെക്ലസ് മോഷ്ടിച്ചതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവൻ വീടിനകത്ത് കേറിയിട്ടില്ല. ഇനി കേറിയാ തന്നെ അഞ്ജലിയുടെ നെക്ലസ് മോഷ്ടിക്കില്ല. അപ്പോ എങ്ങനെ നെക്ലസ് പ്രേമിന്റെ ബാഗിൽ വന്നു എന്നല്ലേ നീ ആലോചിക്കുന്നേ? അതെ, അത് ഞാൻ കൊണ്ടിട്ടതാ. കള്ളി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. എങ്ങനെയുണ്ട് ഞാൻ? കൊള്ളാല്ലേ? എന്നെ സമ്മതിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ ഐസൈ പ്രേംരാജിന്റെ എല്ലൊടിക്കായിരിക്കും. ഇങ്ങനൊക്കെ ചെയ്തെന്നുള്ള കാര്യം എന്താ എന്നോട് നേരത്തെ പറയാത്ത? എനിക്ക് സൗകര്യം ഉണ്ടായിരുന്നില്ല പറയാൻ. എല്ലാ കാര്യം നിന്നോട് പറയണമെന്നുണ്ടോ? ഇല്ല, നമ്മള് പ്ലാൻ ചെയ്ത് ഒരുമിച്ചല്ലേ ചെയ്യാറ്. അങ്ങനെ എല്ലാ കാര്യം പറയാനൊന്നും പറ്റില്ല. അത് നീ എന്നെ കെട്ടിയോളൊന്നും അല്ലല്ലോ. എല്ലാം പറയാൻ കെട്ടിയോളാവണമെന്നുണ്ടോ? ഇനി ഞാനും തന്നോട് ഒന്നും പറയില്ല. അവിടെ പറഞ്ഞില്ലെങ്കിൽ നീ വിവരം അറിയും. ഓ പിന്നെ താനങ്ങ് വിഴുങ്ങും. ഞാനത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അഞ്ജലിയുടെ മുന്നിൽ ആനന്ദ നൃത്തം ചവിട്ടിയേനെ. ഇനി ഞാൻ ഒരു കാര്യവും തന്നോട് പറയില്ല. പിണങ്ങിയോ? സാർ, എന്നെ ഉപദ്രവിക്കരുത്. ഞാനല്ല നെക്ലസ് എടുത്തത്. നിന്റെ ബാഗിൽ നിന്നാണല്ലോ ഞാനത് കണ്ടെടുത്ത്. എന്നെ ചതിച്ചതാ. ആരോ അതെന്റെ ബാഗിൽ കൊണ്ടിട്ടതാ. ആര് ആര് കൊണ്ടിടാൻ? രാഹുൽ ആവാനാ സാധ്യത. രാഹുൽ സാറിനെ കുറിച്ച് അനാവശ്യം പറയുന്നോ? അദ്ദേഹത്തിന്റെ ഫാനാണ് ഞാൻ. ഞാൻ നെക്ലസ് കീർത്തിയുടെ ബാഗിൽ തന്നെ ഇട്ടത്. എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അതെങ്ങനെ പ്രേമിന്റെ ബാഗിൽ എത്തിയെന്ന്. നീ കീർത്തിയുടെ ബാഗിൽ നെക്ലേസ് ഇടുന്നത് ആരെങ്കിലും കണ്ടു കാണും. അവരതെടുത്ത് പ്രേമിന്റെ ബാഗിലിട്ടു, അത്ര തന്നെ. ആരായിരിക്കും ഇത് ചെയ്തത്? കീർത്തിയുടെ ഭാവം കണ്ടിട്ട് കീർത്തിയാണെന്ന് തോന്നുന്നില്ല. രാഹുലാവാനാണ് സാധ്യത, അല്ലെങ്കിൽ അച്ഛൻ. വേണ്ടായിരുന്നു. കീർത്തി പുറത്തും പ്രേം അകത്തുമായി. അവന്റെ എല്ലാം ഊരിയെടുക്കുകയായിരിക്കും പോലീസ്. കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് വിളിച്ച് പറഞ്ഞേക്ക് പരാതിയില്ലെന്ന്. ദാ നിനക്കിട്ട് രണ്ടെണ്ണം അധികം തന്നെന്നറിഞ്ഞ രാഹുൽ രവീന്ദ്രൻ സാറിന് എന്നോടുള്ള സ്നേഹം കൂടും. അതുകൊണ്ട് നിന്റെ എല്ല് പൊടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ നിന്നെ ജയിലിലേക്ക് പറഞ്ഞയക്കൂ. മാറിക്കണം. ഹലോ സാർ, ഞാൻ അഞ്ജലിയാ. എനിക്ക് പരാതിയില്ല സാർ. ഞാൻ പരാതി പിൻവലിച്ചു. നെക്ലസ് മോഷ്ടിച്ചെന്ന് പറഞ്ഞ് കസ്റ്റഡിയിലെടുത്ത പ്രേംരാജ് എന്റെ ബന്ധുവാ. അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. എവിടെയോ എന്തോ ചതി പറ്റിയിട്ടുണ്ട്. അദ്ദേഹം നിരപരാധിയാ. അദ്ദേഹത്തെ വെറുതെ വിടണം സാർ. എനിക്ക് പരാതിയില്ല. നിങ്ങൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കളിപ്പാവയാണ് ഞാൻ.
ശരി ശരി, ഞാൻ വിട്ടേക്കാം. തനിക്ക് ഭാഗ്യമുണ്ട്, അഞ്ജലിയാണ് വിളിച്ചത്. അവക്ക് പരാതിയില്ലെന്ന്. തന്നെ ഇപ്പൊ ഞാൻ വെറുതെ വിടുന്നു. രാഹുൽ രവീന്ദ്രൻ സാറിനെ സന്തോഷിപ്പിക്കാൻ ഇനി ഒരു അവസരം കിട്ടിയാൽ ഞാൻ മിസ്സാക്കില്ല. താൻ കരുതിയിരുന്നോ? മുത്തച്ഛൻ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? വീടിന്റെ അകത്ത് കയറാത്തവൻ എങ്ങനെ മോഷ്ടിച്ചു എന്നാണോ? അതെ. കീർത്തിയുടെ ബാഗിനകത്ത് അഞ്ജലി നെക്ലസ് കൊണ്ടിരുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാനതെടുത്ത് പ്രേംരാജിന്റെ ബാഗിലിട്ടു. അത് കലക്കി മോനെ. പോലീസ് അവന്റെ എല്ലൂരും. SI നന്നായിട്ട് കൊടുത്തിട്ടുണ്ടവന്. പക്ഷേ അതിനിടയ്ക്ക് അഞ്ജലി വിളിച്ച് പരാതിയില്ലെന്ന് പറഞ്ഞു. പോലീസ് അവനെ വെറുതെ വിട്ടു. അത് കഷ്ടായി പോയല്ലോ മോനെ. അവന് 2 കിട്ടണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത് കിട്ടി. ഭാഗ്യത്തിന് ഞാൻ കണ്ടതുകൊണ്ട് കീർത്തി രക്ഷപ്പെട്ടു. അപ്പോ അവൻ ഇനി കൂടെ വരില്ലേ? പിന്നെ വരാതെ. അവൻ നമ്മുടെ ഉമ്മറത്ത് തന്നെ ഉണ്ടാവും. അവൻ കുടുങ്ങിയതിന്റെ വിഷമത്തിലായിരിക്കും അഞ്ജലി. ഏതായാലും ഇന്ന് രാത്രി അവര് നമ്മൾ കാണും. നമുക്കെതിരെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയും ചെയ്യും. അവര് തമ്മിൽ ഇനി കാണില്ല. അതുപോലെ മതി. അഞ്ജലിക്ക് നല്ലൊരു തിരിച്ചടി ഇന്ന് രാത്രി പ്രതീക്ഷിക്കാം. മുത്തച്ഛൻ കണ്ടോ? എന്തായിരിക്കും അവൻ പ്ലാൻ ചെയ്തത്? എന്താ അഞ്ജലി ഫോൺ എടുക്കാത്തത്? ഹലോ, തനിക്കെന്താ ശബ്ദമില്ലേ? എന്താണോ തനിക്ക് പറ്റിയേ? ഒന്നുമില്ല. തനിക്കെന്താ സുഖമില്ലേ? സുഖക്കുറവൊന്നുമില്ല, പരമസുഖ. താനും തന്നെ വിളിക്കാത്ത അഞ്ജലിയുടെ പക്കൽ നിന്ന് റോഷന്റെ അഡ്രസ് വാങ്ങി തരാതിരുന്നത്? ഇല്ലെങ്കിൽ അവന്റെ അവിടുത്തെ ഫോൺ നമ്പർ വാങ്ങിത്താ. ഞാൻ തന്ത്രപൂർവ്വം വിളിച്ച് എവിടെയാണെന്ന് മനസ്സിലാക്കാം. ഞാൻ എന്റേതായ നിലയിലും സുഹൃത്തുക്കളെ വിട്ടും ഒക്കെ അന്വേഷിച്ചു. റോഷൻ എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞില്ല. നീ പെട്ടെന്ന് ഫോൺ നമ്പർ അഡ്രസ് എനിക്ക് താ. പെട്ടെന്ന് തീർക്കാവനെ. ഞാൻ തരാം ജോസഫ്. നിന്നെ ആരാ അടിക്കുന്നേ? എന്തു പറ്റി? ഞാൻ തന്നെ അടിക്കുന്നേ. നിനക്കെന്താടാ വട്ടായോ? ഞാൻ വിളിക്കാം ജോസഫ്. ഗുഡ് നൈറ്റ്. നിനക്കെന്താടാ ഒരു താല്പര്യക്കുറവ് പോലെ? അങ്ങനൊന്നുമില്ല. ഞാൻ മാനസികമായി ആകെ തകർന്നിരിക്കുക. എന്നെ അഞ്ജലി ഞാൻ തകർത്തവർക്ക് ഉടൻ തന്നെ ആ സമ്മാനം നൽകണം. റോഷന്റെ ഡെഡ് ബോഡി. റോഷന്റെ വിലാസവും ഫോൺ നമ്പരും ഒക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അയച്ചുതരാം. ഓക്കെ? ഓക്കെ. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ ജയിലിലിട്ട് അവര് ഞങ്ങളെ കൊല്ലും. കീർത്തിയും രാഹുലും ഇപ്പോ സന്തോഷത്തില. അവരുടെ സന്തോഷം കെടുത്തണം. റോഷന്റെ മരണം ഉടനെ ഉണ്ടാവണം. പ്രേമിനെ കണ്ട് അടുത്ത നീക്കം പ്ലാൻ ചെയ്യണം.
രാഹുലേട്ടാ എന്താ പ്രേതം? അഞ്ജലി 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 കണ്ണു തുറക്ക് അഞ്ജലി. എന്ത് പറ്റി അഞ്ജലി? എഴുന്നേക്ക് അഞ്ജലി. അഞ്ജലി എന്താ എന്തു പറ്റി? പ്രേതം പ്രേതം നിലവിളിച്ച് ബോധം കെട്ടു വീണു. അഞ്ജലി 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 കണ്ണു തുറക്ക്. അഞ്ജലി ഇവളെന്താ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത്? ആർക്കറിയാം? അഞ്ജലി 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 കണ്ണു തുറക്ക്. അഞ്ജലി 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 എന്താ ഉണ്ടായത് അഞ്ജലി? പ്രേതം പ്രേതം. പ്രേമാണോ പ്രേതാണോ? പ്രേതം പ്രേതം പ്രേതം. ഞാൻ കണ്ടത് അവിടെ. സത്യമാണോ ഇത്? സത്യം. അയ്യോ പ്രേതം. അയ്യോ അഞ്ജലി അഞ്ജലി അവിടെ നിക്ക്. അഞ്ജലി ഇതെങ്ങനെ സംഭവിച്ചു? എന്താ പറ്റിയത് അഞ്ജലിക്ക്? നല്ല പനിയുണ്ട്, വിറക്കിയ. ഇന്നലെ രാത്രി ഇവള് പുറത്ത് പ്രേതത്തെ കണ്ടിരുന്നു അത്രേ. അപ്പൊ പേടിച്ചു പനിവെന്നാണോ അല്ലേ? അതെ. എന്താ കണ്ടതാവോ? നല്ല പനിയുണ്ട്, ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞപ്പോ വേണ്ടെന്നാ പറയുന്നേ. ഓ, എന്തൊരു ചൂട്. കലാവതി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റുള്ളൂ. നല്ല മയക്കത്തിലാണ്. പോയേ പറ്റൂ, പനി കൂടിയ പ്രശ്നമാണ്. അഞ്ജലി 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 അഞ്ജലി. അയ്യോ പ്രേതം പ്രേതം. ശരിക്കും എന്ത് കണ്ടാ പേടിച്ചത്? എന്താ കണ്ടതെന്ന് ഇത് ചോദിക്കാനാണോ ഇവളെ വിളിച്ചുണർത്തിയത്? മോളെ, നല്ല ചൂടുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ടമ്മ, ഇവിടെ പനിക്ക് വല്ല ഗുളികയും മറ്റുണ്ടെങ്കിൽ താ, അത് കഴിക്കാം, മാറിക്കോളും. ആ, ഞാൻ കൂട്ടുവരാം. ഇത് കഴിക്ക്, പനി പെട്ടെന്ന് മാറിക്കോളൂ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ മെഡിസിൻ കഴിക്കരുത്. ഇനി ഇത് ആവർത്തിക്കരുത്, കേട്ടോ മോളെ? മൂടി പൊതിച്ച് കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും പനി മാറും. മാറിയില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. കിടന്നോളൂ മോളെ. മോളെ, റെസ്റ്റ് എടുത്തോളൂ. അയ്യോ പ്രേതം. അഞ്ജലി, ഇത് ഞാനാ. പേടിച്ച് പനി പിടിച്ചല്ലേ? വല്ലാത്ത കുരുക്കിലാണല്ലോ പ്രേം നമ്മൾ പെട്ടത്. ആ കുരുക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അഴിക്കാം.
നിന്നെ ഫോണിൽ വിളിച്ച കിട്ടുന്നില്ല. നീ ആണെങ്കിൽ എന്നെ വിളിക്കുന്നുമില്ല. എന്താ പറ്റിയത്? എന്റെ ഫോൺ അവരുടെ കയ്യിലാ. റോഷൻ വിളിക്കുമ്പോ എന്റെ കൈ തരും, അത്ര തന്നെ. ഞാൻ ദുബായിലുള്ള ജോസഫിനെ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട്. റോഷന്റെ കാര്യം അവൻ ഏറ്റിട്ടുണ്ട്. റോഷന്റെ അവിടുത്തെ ഫോൺ നമ്പർ വേണം. പിന്നെ എവിടെയാ താമസിക്കുന്നതെന്ന് അറിയണം. എങ്കിലേ ജോസഫിന് അവനെ കണ്ടെത്താൻ കഴിയൂ. ഫോൺ നമ്പർ എന്റെ ഫോണിലുണ്ട്. റോഷൻ താമസിക്കുന്ന മോളെ അഞ്ജലി. അയ്യോ അമ്മ. എന്താ എഴുന്നേറ്റത്? ഏയ് ഒന്നുമില്ല. ആരോടാ സംസാരിച്ചത്? ഏയ് സംസാരിച്ചിട്ടൊന്നുമില്ല. വെറുതെ പിച്ചുമ്പയും പറയണ്ട. പനി കൂടിയാ ചിലരിങ്ങനെയാ. ഇത്തിരി കഞ്ഞിയാ, ഇത് കുടിച്ചിട്ട് കിടന്നോ. വേണ്ടമ്മ. വേണം. ആ കഴിക്ക്. എനിക്കും ഏട്ടനും ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഏട്ടനൊരു ബിസിനസ് നടത്തി പൊളിഞ്ഞു. ഇപ്പൊ കടക്കാരുടെ ക്യൂ ആണ് വീട്ടില്. ഞാൻ സ്വത്ത് വിഹിതം ചോദിക്കുന്ന അതിനാണ്. അത് വിറ്റ് കടം വിട്ടാലോ? അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വത്ത് എഴുതി തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മുത്തശ്ശി അമ്മയല്ലേ. നിക്ക് പറയട്ടെ. എന്നോടുള്ളതിനേക്കാൾ സ്നേഹം നിന്നോടുണ്ട്. നീ എന്ത് പറഞ്ഞാലും അവരനുസരിക്കും. നീ പറഞ്ഞ അവരെനിക്ക് സ്വത്ത് എഴുതി തരും. ഇക്കാര്യത്തില് എനിക്ക് അവരെ നിർബന്ധിക്കാൻ കഴിയില്ല. എല്ലാം നിനക്ക് എഴുതി തന്നതിന് ശേഷം നീ അവരെ നോക്കാതിരുന്നാൽ എന്ത് ചെയ്യും? ഞാൻ നോക്കുമല്ലോ. അതെനിക്ക് തോന്നുന്നില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ. നിന്റെ അച്ഛൻ സ്വത്ത് മുഴുവൻ നിനക്ക് തരാതെ കല്യാണിക്ക് കൊടുത്താൽ നീ ക്ഷമിക്കോ? എന്റെ അച്ഛൻ എന്തിനാ അതിന് കല്യാണിക്ക് സ്വത്ത് കൊടുക്കുന്ന? പിന്നെ അച്ഛന്റെ പേരില് സ്വത്തൊന്നുമില്ല. അല്ല, കീർത്തൻ എന്താ അങ്ങനെ പറഞ്ഞത്? നമ്മൾക്കിടയിൽ എന്തിനാ കല്യാണിയെ കുറിച്ച് സംസാരിച്ചത്? എന്റെ അച്ഛൻ സ്വത്ത് കല്യാണിക്ക് നൽകാൻ അവളുമായി എന്തു ബന്ധമുള്ളത്? ഏ നിക്ക്, കാര്യം എന്താന്ന് പറയേ. നിന്റെ അച്ഛനില്ലേ കെ നായർ, അദ്ദേഹത്തിന്റെ മകളാണ് കല്യാണി. എന്താ നീ പറഞ്ഞത്? എന്റെ അച്ഛൻ ഒരു മകളെ ഉള്ളൂ, അത് ഈ കീർത്തിയാ. കുറെ നാളെ ഞാനിത് പറയണമെന്ന് കരുതിയതാ. കല്യാണിയും നീയും സഹോദരിമാരാ. രണ്ടമ്മമാരിൽ ഒരച്ഛനുണ്ടായ മക്കൾ. സത്യാണോ നീ പറയുന്നത്? ഞാൻ എന്തിനു കള്ളം പറയണം? എല്ലാവരും ചേർന്ന് നിന്നെ ചതിക്കുകയായിരുന്നു. നിന്റെ അച്ഛനും ഇവിടുത്തെ അമ്മയും മുത്തശ്ശിയും എല്ലാവരും. അവരൊക്കെ ഇത് നിന്നോട് മറച്ചു വെച്ചു. അടുത്ത കാലത്തായി കല്യാണിക്കും ഈ സത്യം അറിയാം.
അതുകൊണ്ടാണ് അവളോട് ഇത് പറഞ്ഞത്. നിങ്ങളുടെ അച്ഛൻ അവളുടെ കൂടെ ആയിരുന്നല്ലോ. സത്യം അറിഞ്ഞ നീ അച്ഛനെ കാണാൻ പോവും. അദ്ദേഹത്തെ ഒപ്പം കൂട്ടുമെന്ന പേടിയിലാണ് അവളൊന്നും പറയാതിരുന്നെ.